കോട്ടയം പള്ളിക്കത്തോട് അമ്മയെ കൊലപ്പെടുത്തിയ മകനെ റിമാൻഡ് ചെയ്തു. കോട്ടയം പള്ളിക്കത്തോട് സ്വദേശി അരവിന്ദനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. ഇന്നലെ രാത്രിയാണ് അരവിന്ദ് അമ്മ സിന്ധുവിനെ വാക്കത്തിക്കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. ലഹരി ഉപയോഗിച്ചിരുന്ന അരവിന്ദ് അമ്മയുമായി ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് ക്രൂരകൃത്യം. ഇരുപത് വർഷം മുമ്പ് ഭർത്താവ് മരിച്ചു. ജീവിതത്തിൽ ഒറ്റയ്ക്കായ സിന്ധുവിന്റെ ആശ്വാസം മക്കളായിരുന്നു. ലോട്ടറി വിറ്റും കൂലിപ്പണിയെടുത്തും മക്കളെ വളർത്തി. അച്ഛൻ മരിക്കുമ്പോൾ മകൻ അരവിന്ദിന് 3 വയസ്സ് പ്രായം. പകലന്തിയോളം ചോര നീരാക്കി പണിയെടുത്ത മക്കളെ പഠിപ്പിച്ചു. അരവിന്ദ് B.Ed വരെ പഠിച്ചു. പക്ഷേ ലഹരി അവിടെയും വില്ലനായി. ഏറെ സ്നേഹിച്ചു വളർത്തിയ പെറ്റമ്മയെ ഇല്ലാതാക്കാൻ അരവിന്ദിനെ പ്രേരിപ്പിച്ചതും ലഹരി തന്നെ. വീടിനോട് ചേർന്ന പുറത്താണ് അടുക്കള. അവിടെ പാകം ചെയ്തുകൊണ്ടിരുന്ന സിന്ധുവിനെ പിന്നിലൂടെ എത്തി വാക്കത്തി ഉപയോഗിച്ച് വെട്ടിയാണ് അരവിന്ദ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. കഴുത്തിന് പിന്നിലായാണ് വെട്ടിയത്. അമ്മയുമായി ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ലഹരിയുടെ ആസക്തിയിലാണ് അരവിന്ദ് കൊല നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. കൊലപാതകത്തിനു ശേഷം അരവിന്ദ് തന്നെയാണ് അയൽക്കാരോട് സിന്ധുവിനെ താൻ കൊന്ന കാര്യം പറഞ്ഞത്. അയൽ വീട്ടുകാർ വിവരം പഞ്ചായത്ത് അംഗത്തെ അറിയിക്കുകയും പിന്നീട് പള്ളിക്കത്തോട് പോലീസിൽ അറിയിക്കുകയുമായിരുന്നു. ഇന്നലെ രാവിലെ ഞാനും ഉൾപ്പെടെയാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത്. മിനിച്ചാരുടെ ഇത് കിട്ടിയതും വന്നു കഴിഞ്ഞിട്ട് ഇവളോട് ഞാൻ ചോദിച്ചെന്നു അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലടി, അവൻ അവിടെ ഇരിപ്പുണ്ട്, ഞാനിവിടെ കറി വെക്കുക പറഞ്ഞു. ഇത്രയും പറഞ്ഞ് ഞങ്ങൾ ഫോൺ വെച്ചതാണ്. അങ്ങനെ ഒരു വിട്ടുകത്തിയായിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞത് പോണക്ക് ഞാൻ എൻ്റെ തള്ളെ വെട്ടിക്കൊന്നു, പോലീസിനെ വിളിക്കാൻ പറഞ്ഞ. അപ്പോൾ അവർ പേടിച്ചിട്ട് പിന്നെ മെമ്പറിനെ വിളിച്ചു പറഞ്ഞു. മെമ്പറാ പോലീസിനെ വിളിച്ച് വരുത്തിയതൊക്കെ. ലഹരിക്കടിമയായ അരവിന്ദ് ഏറെ നാളായി മാനസിക പ്രശ്നങ്ങൾ ഉള്ളയാളെ പോലെയാണ് പെരുമാറിയിരുന്നതെന്ന് അയൽക്കാർ പറഞ്ഞു. എൻ്റെ അറിവിൽ ഒരു 1.5 വർഷമായി കാണും. ഈ കഞ്ചാവ് കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൻ്റെ എൻക്വയറി നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാളെ അറിയുമോ എന്ന് ചോദിച്ച് ഓട്ടോമാറ്റിക്കായിട്ടും മെമ്പറാണല്ലോ അയൽവക്കത്ത് താമസിക്കുന്നത്. അപ്പം എന്നോട് വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ആളെ അറിയുമോ. അപ്പോൾ എനിക്ക് ഇവിടെ താമസത്തിന് വന്നതായിട്ട് അറിയത്തില്ല. പിന്നെ ഇങ്ങനെ അന്വേഷിച്ച് ഞാൻ നമ്മുടെ കൂട്ടുകാരൊക്കെ ഞാൻ ബന്ധപ്പെട്ട് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ താമസിക്കാൻ വന്നിട്ടുണ്ട്, അവൻ ഇങ്ങനെയുള്ള അഡിക്ഷൻ പെട്ട ആളാണെന്നുള്ളത് അറിയാനായിട്ട് സാധിച്ചു. ഇന്നലെ രാത്രി തന്നെ അരവിന്ദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി. ന്യൂസ് മലയാളം, കോട്ടയം.